ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സർക്കിൾ കമാൻഡും റേ കമാൻഡും ആയിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൺസ്ട്രക്ഷൻ ലൈനാണ്. കൺസ്ട്രക്ഷൻ ലൈനിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് XL ആണ്. XL ആണ് കൺസ്ട്രക്ഷൻ ലൈനിൻ്റെ ഷോർട്ട് കീ. ഓക്കെ, അപ്പോൾ കൺസ്ട്രക്ഷൻ ലൈൻ നമുക്ക് 6 രീതി വരയ്ക്കാൻ പറ്റും. അതായത് ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, ആംഗുലാർ, ബൈസെക്റ്റ്, ഓഫ്സെറ്റ്. ഓഫ്സെറ്റിൻ്റെ ഒരു സബ് ഓപ്ഷനാണ് ഓഫ്സെറ്റ് ത്രൂ. ഇത് എങ്ങനെ വരയ്ക്കാമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഞാനൊരു റെക്റ്റാങ്കിൾ വരച്ചിട്ട് എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, ഇനി എനിക്ക് കൺസ്ട്രക്ഷൻ ലൈൻ എടുക്കണം. കൺസ്ട്രക്ഷൻ ലൈൻ എടുക്കാൻ വേണ്ടി എക്സലിൽ എൻ്റർ ചെയ്യണം. അതിന് മുമ്പേ കൺസ്ട്രക്ഷൻ ലൈൻ എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ ലൈന് സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡിങ് പോയിൻറ്റും ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം റേ കമാൻഡ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു അതിന് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഉണ്ട്, ബട്ട് എൻഡിങ് പോയിൻ്റ് ഇല്ല എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. കൺസ്ട്രക്ഷൻ ലൈന് സ്റ്റാർട്ടിംഗ് പോയിൻറ്റും ഇല്ല, എൻഡിങ് പോയിൻറ്റും ഇല്ല. ഓക്കെ, അപ്പം കൺസ്ട്രക്ഷൻ ലൈൻ നമ്മൾ വരച്ച് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ അതിനെ ട്രിം ചെയ്തിട്ട് ലൈനായിട്ട് യൂസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എങ്ങനെയാണ് വരയ്ക്കാമെന്ന് നോക്കാം. അപ്പോൾ കൺസ്ട്രക്ഷൻ ലൈനിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് XL അടിച്ചു, എന്നിട്ട് എൻ്റർ കൊടുത്തു. അപ്പോൾ താഴെ വന്നല്ലോ ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, ആംഗുലാർ, ബൈസെക്റ്റ്, ഓഫ്സെറ്റ്. അപ്പോൾ നമുക്ക് ഹൊറിസോണ്ടൽ എങ്ങനെയാണെന്ന് നോക്കാം. ഹൊറിസോണ്ടൽ എടുക്കുക. നമുക്ക് ഇവിടെ വെക്കേണ്ടതെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുക. എവിടെയൊക്കെ വെക്കണോ അങ്ങനെ നമുക്ക് വെക്കാം. അപ്പോൾ ഹൊറിസോണ്ടൽ ലൈൻസാണ് നമുക്ക് കിട്ടുന്നത്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എൻ്റർ അടിച്ചാൽ മതി. അപ്പോൾ ഇത് കണ്ടോ, ഇതിന് നമുക്കൊരു എൻഡിങ് പോയിൻറ്റും ഇല്ല, സ്റ്റാർട്ടിംഗ് പോയിൻറ്റും ഇല്ല. ഞാൻ ഇത് ട്രിം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പിന്നെ പറഞ്ഞുതരാം. ട്രിം കമാൻഡ് പിന്നെ പഠിപ്പിക്കാം. ഇത് ജസ്റ്റ് ട്രിം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ലൈനായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളത് കാണിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അപ്പോൾ എക്സലിൻ്റെ ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇനി എക്സലിൻ്റെ വെർട്ടിക്കൽ എങ്ങനെയാണെന്ന് നോക്കാം. ജസ്റ്റ് എക്സൽ എൻ്റർ ചെയ്യുന്നു, വെർട്ടിക്കൽ എടുക്കുന്നു, വെർട്ടിക്കൽ ലൈൻസ് ഇങ്ങനെ വെക്കാം. ഓക്കെ, ഇനി എക്സലിനകത്ത് അടുത്ത് എന്തായിരുന്നു ഉണ്ടായിരുന്നേ? എക്സൽ ആംഗുലാറാണ്. അപ്പോൾ ആംഗുലാർ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ എത്ര ആംഗിൾ ചെരിഞ്ഞിട്ടാണ് വേണ്ടതെന്ന് അവർ ചോദിക്കുന്നത്. അപ്പോൾ നമുക്കൊരു 75 എൻ്റർ ചെയ്യാം. 75 എൻ്റർ ചെയ്താൽ 75 ആംഗിൾ ചെരിഞ്ഞ് നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മൾ എൻ്റർ കൊടുത്താൽ മതി. ഓക്കെ, ഇനി എന്തായിരുന്നുള്ളത്? ഓഫ്സെറ്റ് ആയിരുന്നുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് ഓഫ്സെറ്റ് നോക്കാം. ഓഫ്സെറ്റ് എന്ന് പറയുമ്പം ആദ്യം നമുക്ക് XL എൻ്റർ ചെയ്യുക. XL എൻ്റർ, അതിൽ ഓഫ്സെറ്റ് ബൈസെക്റ്റ് പറഞ്ഞു തരുന്നതിന് മുന്നേ ഓഫ്സെറ്റ് കൂടെ പറയാം. ഓഫ്സെറ്റ് എടുക്കുന്നു. എത്ര ഡിസ്റ്റൻസ് നീങ്ങിയിട്ടാണ് വേണ്ടതെന്ന് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഞാനൊരു 5 എൻ്റർ ചെയ്യുന്നു. 5 കൊടുത്തു, എൻ്റർ. അപ്പോൾ അവർ പറയുന്നു സെലക്ട് എ ലൈൻ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാൻ. ഞാനിത് സെലക്ട് ചെയ്യുന്നു. ഇനി ഏത് സൈഡിലാണ് ഓഫ്സെറ്റ് വെക്കേണ്ടതെന്ന് ചോദിക്കും. ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെ വരും. ഓക്കെ, ഇനിയും ചെയ്യാം. ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഏത് സൈഡ് വേണമെന്ന് ചോദിക്കുന്നു, ഇവിടെ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കൊടുത്ത ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് എത്രയായിരുന്നു? 5 ആയിരുന്നു. നമുക്ക് കറക്റ്റ് ആണോ എന്ന് നമുക്ക് വേണേൽ ഇവിടെ ഡയമെൻഷൻ എടുത്ത് വേണേൽ നോക്കാം. ഓക്കെ, 5 കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കൺസ്ട്രക്ഷൻ ലൈനിൻ്റെ ഓഫ്സെറ്റ്. ഇനി ഓഫ്സെറ്റിനകത്ത് ഒരു സബ് ഓപ്ഷൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു, ഓഫ്സെറ്റ് ത്രൂ. അപ്പോൾ XL എൻ്റർ ചെയ്യുന്നു, ഓഫ്സെറ്റ് എടുക്കുന്നു, ഓഫ്സെറ്റ് ത്രൂ സെലക്ട് ചെയ്യുന്നു, ലൈൻ ഒബ്ജക്റ്റ് എടുക്കുന്നു. എവിടെ ക്ലിക്ക് ചെയ്യണമെന്ന് നമുക്ക് ഇഷ്ടമുള്ളിടത്തത് കൊണ്ട് ക്ലിക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അതായത് നമ്മളിവിടെ ഡിസ്റ്റൻസ് കൊടുക്കുന്നില്ല. ഓഫ്സെറ്റ് ത്രൂ എടുക്കുമ്പോൾ ഡിസ്റ്റൻസ് കൊടുക്കണ്ട, മൗസും കൊണ്ട് ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ മതി. കണ്ടോ, ഇങ്ങനെ ചെയ്യാൻ പറ്റും. എന്നിട്ട് എൻ്റർ അടിക്കണം. ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ്? ബൈസെക്റ്റ് ആണ് അല്ലേ? ബൈസെക്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ലൈൻ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുന്നു. ഇനി നമുക്ക് എന്താണ് XL എടുക്കണം. XL എൻ്റർ, അതിനകത്ത് ബൈസെക്റ്റ്. അപ്പോൾ സ്പെസിഫൈ
ആംഗിൾ വെർട്ടെക്സ് പോയിൻ്റ് സ്പെസിഫൈ ചെയ്യാൻ പറയും. അപ്പോൾ ഞാൻ സ്പെസിഫൈ ചെയ്തു. സ്പെസിഫൈ ആംഗിൾ സ്റ്റാർട്ട് പോയിൻ്റ് സ്പെസിഫൈ ചെയ്തു. എന്നിട്ട് എങ്ങനെ വെക്കണമെന്ന് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് എൻ്റർ അടിച്ചാൽ മതി. കണ്ടോ, ഇതാണ് ബൈസെക്റ്റ് ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. അതായത് ആദ്യം നമ്മളൊരു വെർട്ടെക്സ് പോയിൻ്റ് സെലക്ട് ചെയ്തു, പിന്നെ നമ്മളൊരു സ്റ്റാർട്ട് പോയിൻ്റ് സെലക്ട് ചെയ്യുന്നു, അവിടെ ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് എൻ്റർ അടിക്കുന്നു. അപ്പോൾ നമുക്ക് ബൈസെക്റ്റ് കിട്ടും. അപ്പം കൺസ്ട്രക്ഷൻ ലൈൻ ഇത്രേ ഉള്ളൂ. കൺസ്ട്രക്ഷൻ ലൈന് മെയിനായിട്ട് പറയാനുള്ളത് സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡിങ് പോയിൻറ്റും ഇല്ല, ബട്ട് നമുക്ക് ട്രിം ചെയ്തിട്ട് ലൈനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് കൺസ്ട്രക്ഷൻ ലൈൻസിൽ പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. താങ്ക് യു.